കേട്ടണം. ഇതിനകത്ത് ആരെങ്കിലും സുവിശേഷ വേല സീരിയസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും പറഞ്ഞ് ഇവരെ വളച്ച് എടുക്കുവല്ല. ദൈവം ഇവരെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. ഇവരെ കണ്ടെത്താൻ കഴിയുന്ന നമ്മുടെ ഭാഗ്യം. മനസ്സിലായോ? ഇപ്പൊ ഞങ്ങള് പോയി കൺവെൻഷൻ പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിനെ സ്വീകരിച്ചു, മുമ്പോട്ട് വന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എനിക്കൊരു സന്തോഷം. 14 പേര് ഞാൻ പ്രസംഗിച്ച വചനം കേട്ട് ഒരിക്കലുമല്ല, അങ്ങനെയല്ല. എൻ്റെ ലക്ക് എന്നാണെന്നറിയോ? ഇല്ല, സഭയുടെ ഭാഗ്യം എന്നാണെന്നറിയോ? ആ റൈറ്റ് ടൈമിൽ അവരെ കണ്ടെത്താൻ പറ്റിയതാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ചതുർത്ഥിയായിരുന്ന കൂട്ടര് പെന്തിക്കോസുകാരായിരുന്നു, അല്ലേ? വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഒരു തലയിൽ ഒന്നാട്ട് കണ്ണ് കീറിയെടുത്ത് നിങ്ങളെ കണ്ടുകൂടായിരുന്നു. നിങ്ങളുടെ ഒരു ഒച്ച, ഒരു ആ ഒച്ച ദേഷ്യമായിരുന്നു. അതന്നെ നമ്മളെ കാണുമ്പോ ആദ്യം വിളിക്കുന്നതിന് സഹോദര. ഇവരുടെ സഹോദരനാണ് ഞാൻ, സഹോദര എന്ന് വിളിക്കാൻ. കലിപ്പായിരുന്നു നിങ്ങളെ കാണുന്നത്. സ്വത്രം. നമുക്ക് ഇവരുടെ പ്രസംഗവും ഇഷ്ടമില്ല, ഇവരുടെ പാട്ടും ഇഷ്ടമില്ല. പാട്ടെല്ലാം ഒരു അല്ലേ? നിങ്ങൾ അന്നത്തെ ആ കാര്യം ചിന്തിച്ചു നോക്കിയേ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സമയത്ത് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ 9ാം ക്ലാസ് വെച്ച് രക്ഷിക്കപ്പെട്ടു. ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു പാസ്റ്ററുടെ മോൻ, എപ്പോഴും ഇങ്ങനെ കളിയാക്കി പാട്ടായിരുന്നു. ഈ നമ്മള് ഏതോ ഒരു പോയിന്റിൽ ഈ പ്രസംഗിക്കുന്നവർ നമുക്ക് വിലയേറിയവരായി, അല്ലേ? അതിന് കർത്താവാ മറുപടി പറഞ്ഞേ. ശ്രദ്ധിച്ചു കേട്ടോണം. കാറ്റ് ഇഷ്ടമുള്ളതൊന്ന് വരുന്നു, ഇഷ്ടമുള്ളത്തേക്ക് പോകുന്നു. എവിടുന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ആരും അറിയുന്നില്ല. അങ്ങനെയാകുന്നു ആത്മാവിൽ ജനിച്ചവൻ. ഇത് 100% അത്യുന്നതന്റെ പരിപാടിയാണ്. ഒരു പാസ്റ്ററിന്റെ വാക്സാമർത്ഥ്യത്തിന്റെ അനന്തര ഫലമല്ല നിന്റെ ക്രിസ്തീയ ജീവിതം. തമ്പുരാന്റെ തിരഞ്ഞെടുപ്പാണ്. ചില സമയത്ത് നമ്മള് ശുശ്രൂഷയിലും നമ്മുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ വലിയ കൂരിട്ടിനകത്ത് പോയി പെടുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും. വലിയ വെല്ലുവിളികൾ, ചുറ്റും പ്രതിസന്ധികൾ, വലിയ കൊലവിളികളൊക്കെ നടക്കുന്നതിന്റെ നടുക്ക് നമ്മൾ പെടുന്ന ചില സാഹചര്യങ്ങൾ എല്ലാ ദൈവദാസന്മാർക്കും ചില ദൈവമക്കൾക്കും ഉണ്ടാകും. സമയത്ത് നമ്മളെ ധൈര്യപ്പെടുത്തേണ്ട ഏറ്റവും വലിയ മർമ്മം എന്താണെന്നറിയാവോ? ആരുടെയെങ്കിലും വാക്കും വർത്താനവും വാചാലതയും കണ്ടിട്ട് കർത്താവിനെ അറിഞ്ഞവനല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയുടെ സമയത്ത് അവൻ പേർ ചൊല്ലി വിളിച്ചതായെന്നെ, അവൻ പേര് ചൊല്ലി വിളിച്ചതായെന്നെ, അവന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുത്തെടുത്തതായെന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഇനി ഒരു നാളും ദാഹിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞ എന്തുകൊണ്ടാ? അവൻ ഇനി ഒരു ദൈവത്തിന്റെ അടുത്ത് ഓടുകയില്ല.